നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ലോകകപ്പിന്റെ മത്സര വീര്യവും ആവേശവും പ്രാദേശിക തലത്തിൽ പുനരാവിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് സ്കോട്ട്ലൻഡിലെ ലിവിങ്സ്റ്റണിൽ പ്രവർത്തിക്കുന്ന ലിവി കോമൺസ്. ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാസ്റ്റേഴ്സ് കപ്പ് 2.0 2026 ജൂൺ 27 അരങ്ങേറും. 30 വയസ്സിന് മുകളിലുള്ള ഇന്ത്യൻ വംശജരായ ഫുട്ബോൾ താരങ്ങൾക്ക് മാത്രമായി സംഘടിപ്പിക്കുന്ന ടൂർണമെന്റാണ് മാസ്റ്റേഴ്സ് കപ്പ് 2.0. പൂർണ്ണമായും ലിവി കോമൺസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ടൂർണമെന്റാണ് ഇത്. സ്കോട്ട്ലൻഡിലെ ചെറിയ പട്ടണമായ ലിവിങ്സ്റ്റണിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ മലയാളി സംരംഭകരുടെ പിന്തുണയും സഹകരണവും ഈ കായികമേളയുടെ പ്രധാന കരുത്താണ്. ടൂർണമെന്റിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് എവർ റോളിംഗ് ട്രോഫി. രജിസ്ട്രേഷൻ ഫീസ് 150 പൗണ്ടാണ്. വിജയിക്ക് എവർ റോളിംഗ് ട്രോഫിയും 701 പൗണ്ടുമാണ് സമ്മാനം. റണ്ണറപ്പിന് 201 പൗണ്ടും മൂന്നാം സ്ഥാനത്തിന് 101 പൗണ്ടും ട്രോഫികളുമാണ് സമ്മാനം. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരവും ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ, കൂടുതൽ ഗോളുകൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട്, മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ലോകകപ്പ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്നത് പോലെ യുകെയിലെ ഇന്ത്യൻ ഫുട്ബോൾ സമൂഹത്തെയും ഒരുമിപ്പിക്കുന്ന കായികോത്സവമാകാനാണ് ലിവി കോമൺസ് മാസ്റ്റേഴ്സ് കപ്പ് 2.0 ഒരുങ്ങുന്നത്. ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുകയാണ് ജൂൺ 27-നായി. RJ മിഥുൻ നമ്മുടെ സ്വീകരണ മുറിയിലെ പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് 25 വർഷം പൂർത്തിയാകുന്നു. ഈ ആഘോഷവേളയിൽ യുകെയിലെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് മിഥുൻ രമേശിനെ ആദരിക്കാനായി മിഥുനം എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു. ക്ലീവ് സ്കൂളിൽ ഇന്ന് വൈകിട്ടോടെയാണ് പരിപാടി. ഏവർക്കും പ്രിയങ്കരനായ ഗായകൻ ഇടവ ബഷീറിന്റെ പേരിലുള്ള അവാർഡ് മിഥുന് കൈമാറും. ഒപ്പം ഗംഭീര DJയും ഒരുക്കിയിട്ടുണ്ട്. DJ അസീറിന്റെ നേതൃത്വത്തിലുള്ള DJ ഉൾപ്പെടെ പരിപാടി ആഘോഷമാകും. ഇടവ ബഷീറിന്റെ മകനും ഗാനം ആലപിക്കുന്നുണ്ട്. ഒരു മികച്ച സായാഹ്ന സന്ധ്യയ്ക്കായി ഏവരെയും സംഘാടകർ സ്വാഗതം ചെയ്യുകയാണ്. യുകെയിലെ പ്രമുഖ മോർട്ട്ഗേജ് അഡ്വൈസിംഗ് സ്ഥാപനമായ ഇൻഫിനിറ്റി മോർട്ട്ഗേജ് പരിപാടിയുടെ മുഖ്യ സ്പോൺസറാണ്. പണ്ട് പരിപ്പുവടയും കട്ടൻ ചായയും കുടിച്ചെന്ന് പറഞ്ഞ് ഇപ്പോഴും അങ്ങനെ തന്നെ വേണമെന്നാണോ? നമ്മുടെ നാട്ടിലെ പല നേതാക്കളും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അതേ ചോദ്യമാണ് ഇപ്പോൾ ന്യൂയോർക്കിലെ സോഷ്യലിസ്റ്റ് മേയർ സൊഹ്റാൻ മംദാനിക്കും ചോദിക്കേണ്ടി വരുന്നത്. ഫുട്ബോൾ ലോകകപ്പിലെ ബ്രസീൽ മൊറോക്കോ മത്സരം ആഡംബര സ്യൂട്ടിലിരുന്ന് സൗജന്യമായി കണ്ടതോടെയാണ് സോഷ്യലിസ്റ്റ് മേയർക്കെതിരെ വിമർശനം ഉയരുന്നത്. മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലെ ലക്ഷറി സ്യൂട്ടിൽ ന്യൂയോർക്ക് ഗവർണർ കാത്തി ഹോച്ചിലിനൊപ്പം മംദാനിയെ കണ്ടതോടെ ന്യൂയോർക്കിലെ ജനങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ്. സൗജന്യ ടിക്കറ്റിലാണ് മംദാനി മത്സരം കണ്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ആയിരക്കണക്കിന് ഡോളർ വിലയുള്ള ടിക്കറ്റുകൾ കിട്ടാൻ ആരാധകർ വരി നിൽക്കുമ്പോഴാണ് മേയർ സൗജന്യമായി ഇത് നേടിയതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനു പുറമെ ടൂർണമെന്റിലെ മറ്റു പല പ്രധാന മത്സരങ്ങളുടെയും ടിക്കറ്റ് മേയർ നേടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മേയർക്കൊപ്പം മത്സരം കണ്ട ഭാര്യ രമ ദുവാജി ടിക്കറ്റ് എടുത്തിരുന്നു. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റായ മംദാനി ഫ്രീ പാസ് നേടിയതിനെതിരെയാണ് ജനരോഷം ഉയരുന്നത്. സോഷ്യലിസം പറയുന്ന മേയർ പാവപ്പെട്ടവർക്ക് ടിക്കറ്റ് എടുത്ത് നൽകുകയാണ് വേണ്ടിയിരുന്നതെന്നാണ് വിമർശകരുടെ നിലപാട്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.